ഇത് രണ്ടുപേരും അടയാളപ്പെടുത്തിയിരുന്നത് 4 ഹവറിലായിരുന്നു. ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ എത്തുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് ക്യാൻഡിൽ വന്നിട്ട് ഇതിന്റെ താഴെ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇതിന്റെ സോറി ഇവിടെ ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ നിങ്ങൾ 15 മിനിറ്റിലേക്ക് പോരുന്ന സമയത്ത് കാണാം 15 മിനിറ്റിന്റെ ഒരു ക്യാൻഡിലിന്റെ താഴെ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ എന്നുള്ളത്. അങ്ങനെ തന്നെയല്ല അജയ് ഘോഷ് പറഞ്ഞത്. അങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ സിംഗിള് വന്ന് ക്ലോസ് ആവണം ക്യാൻഡില്. ക്ലോസ് മുകളിലേക്ക് അല്ല ക്ലോസ് ആയാലാണ് താഴ്ത്തി വരുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ 4 ഹവർ, ഞാൻ ആക്ച്വലി 1 ഹവറിലേന്ന് എടുക്കേണ്ടത് 4 ഹവറിലേക്ക് ഞാൻ ഡയറക്റ്റ് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ക്യാൻഡിൽ നോക്കുക, കണ്ടിരുന്നോ? ഈ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതാണ്. സ്ട്രോങ് ക്യാൻഡിലാണ്, വളരെ സ്ട്രോങ് ആയ ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോ ഡൗൺ ട്രെൻഡിലേക്ക് വരണമെങ്കിൽ എന്തായിരിക്കണം? ആ ബുള്ളിഷ് ക്യാൻഡിലിനെ ബീറ്റ് ചെയ്യണം. വേണ്ട അജയ് ഘോഷ്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലിനെ വന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്യണം. ഇവിടെ വന്ന് ക്ലോസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡൗൺ ട്രെൻഡിലേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ വളരെ സിമ്പിൾ ആയ ഒരു റീസൺ ആണ്. കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പലവട്ടം പറയാറുള്ളത് ആ ഒരു ഏരിയയിലേക്ക് എന്ത് വരും? റീടെസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ആണല്ലോ, റീടെസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഓക്കെ, 1 ഹവറിലേക്ക് തന്നെ പോകാൻ. ഞാൻ 1 ഹവറിൽ വന്നു. 1 ഹവറിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാൻഡിൽ റിയാക്ഷൻ തന്നിരുന്നു. അത് നിങ്ങൾക്ക് 15 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് റിയാക്ഷൻ തരാനുള്ള കാരണം ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും? എന്താണ് മൾട്ടിപ്പിൾ? കുറച്ച് വലുതാക്കി വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൾട്ടിപ്പിൾ ടൈമിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ റീടെസ്റ്റിന് വരാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവണമെങ്കിൽ അതിന്റെ ഏറ്റവും മിനിമം കണ്ടീഷൻ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി അത് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. 50 മിനിറ്റ്സിലോട്ട് പറഞ്ഞ ഇതായിരുന്നു അല്ലെ അജയ് ഘോഷ്? ഇതാണോ പറഞ്ഞത്? ഈ ഒരു സിംഗ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇതും കൂടി ബ്രേക്ക് ചെയ്താൽ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ഇത് ബ്രേക്ക് ചെയ്യാതെ എടുക്കരുതെന്ന് പറഞ്ഞു. ബ്രേക്ക് ചെയ്ത് വന്നാലും ഇതും കൂടി ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് അല്ലെ? ഇങ്ങനെ പറഞ്ഞു ഞാൻ. ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് വന്നു. ഇതെന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്ന ഏരിയ ആണ്. അപ്പോ ഒരു ഡീപ്പ് പുൾ ബാക്കിന് സാധ്യത ഉണ്ടാവും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ട്രക്ചർ ഷിഫ്റ്റിലേക്കാണ് വരുന്നത് എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി കൂട്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്. അപ്പൊ ആ സ്ട്രക്ചർ ഷിഫ്റ്റിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ലാസ്റ്റ് വന്നിരിക്കുന്ന സിംഗിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങണം. ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കൂട്ടോ. അഡ്വാൻസ് ലെവലിൽ സ്ട്രക്ചർ ഷിഫ്റ്റിലൊക്കെ ഇതൊക്കെ നിങ്ങൾ പഠിക്കും. എന്ത് ചെയ്തിട്ടുണ്ടായി? മാർക്കറ്റ് വന്നു, മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിജക്ഷൻ കിട്ടി. എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലോട്ട് പോയി. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ ഇതായിരുന്നു, 50% ആയിരുന്നു. ആ 50%ലാണ് മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? 50%ന്റെ ഏരിയ ചിലപ്പോൾ റിജക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏരിയ വരച്ചു വെച്ചിട്ടാണ് സാർ പറഞ്ഞത്. പറഞ്ഞിട്ട് അപ്പൊ എത്തി ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ റിയാക്ഷൻ വരുന്നുണ്ട്. ആ റിയാക്ഷൻ വന്നാലും നമുക്ക് എടുക്കണമെങ്കിൽ എന്തായിരിക്കണം? ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകണം. ഇപ്പൊ 50 ഇതാണ് വരുന്നത്. 50യിൽ നിന്ന് നമുക്ക് ഒരു 5 മിനിറ്റ്സിലോട്ട് പോകണം. ഞാനിപ്പോ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. 5 മിനിറ്റ്സിലോട്ട് പോകണം. പോയാലും നമുക്ക് എന്തായിരിക്കണം? കാണുക, നമുക്ക് ഇതെല്ലാം കെടുക്കുന്നുണ്ട്. ഇതൊക്കെ കെടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോ എങ്ങനെയാണെന്നുള്ളതല്ല നിങ്ങൾക്ക് ഇനി അടുത്ത സ്ട്രക്ചർ ചേഞ്ചിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, SMC ICT ഒക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടേക്ക് വരെ തിരിച്ചെത്താനുള്ള സാധ്യത ഉണ്ട്. വന്നാൽ എവിടുന്ന് ട്രേഡ് എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും നമുക്ക് എന്താണ്? ട്രേഡ് എടുക്കാനായിട്ടില്ല. ഇവിടെ ക്യാൻഡിൽ പാറ്റേൺ അനുസരിച്ച് എന്താണ്? ഒരു ബുള്ളിഷ് ട്രെൻഡ് വരുന്നുണ്ട്. എന്താണ് ഇതിന്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3 ക്യാൻഡിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബുള്ളിഷ് ട്രെൻഡിനെ ബീറ്റ് ചെയ്യാനുള്ള സിംഗിൾ ആയിട്ടൊരു ക്യാൻഡിൽ മതി. ബുള്ളിഷ് അല്ല കേട്ടോ, ബെയറിഷ് ട്രെൻഡ് വരുന്നുണ്ട്. ഒരു സിംഗിൾ ക്യാൻഡിൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അഡ്വാൻസ് ലെവലിൽ വരും. ആദ്യം നിങ്ങളൊന്ന് സെറ്റ് ആവും, മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെടപെടാന്നുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ലെവലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രഡിക്റ്റ് ചെയ്തിരുന്നതിൽ ഒരു കാര്യം എന്തായിരുന്നു പറഞ്ഞത്? ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞിരുന്നു. താഴോട്ടേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോവാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ബ്രേക്ക് ചെയ്തില്ല, അവിടെ നിന്ന് റിയാക്ഷൻ തന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിജക്ഷൻ വരാനുള്ള കാര്യം ഇതാണെന്നും പറഞ്ഞു. ഇതുവരെയുള്ളതില് അപ്രോച്ചിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എല്ലാം കറക്റ്റ് ആയിട്ടോ? ഡൗട്ട് ഉണ്ടോ? എല്ലാം കറക്റ്റ് ആയില്ല എന്ന ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല സാർ, അവിടുന്ന് ഇംബാലൻസ് സാർ അവിടെ വരെ പോകും സാർ പറഞ്ഞിരുന്നല്ലോ.
അതുവരെ പോകാനുള്ള കൂടുതൽ അവിടെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അടിയിലേക്ക് പോവാണെങ്കിൽ ഫുള്ളായിട്ട് ഇംബാലൻസ് എടുക്കും പറഞ്ഞു. അടിയിലേക്ക് പോവുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇംബാലൻസ് എടുക്കുന്നു പറഞ്ഞു. ഇനി എന്നോട് എബിൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. എബിന് ഒരു പക്ഷെ അറിവുണ്ടായിരിക്കില്ല, മറ്റു പലർക്കും അറിയണ്ടോ, ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു കൺസോളേഷൻ കഴിഞ്ഞിട്ട് ഒരു പാറ്റേൺ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറച്ചുകൂടി താഴോട്ടേക്ക് വരാം. ഞാൻ 5 മിനിറ്റ്സിൽ നിന്ന് 50 മിനിറ്റ്സിലോട്ട് മാറ്റാട്ടോ. ചിലപ്പോൾ 50 മിനിറ്റ്സിലോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. എന്നാലും എടുക്കട്ടെ. അജിഘോഷ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ എവിടെയെങ്കിലും? 3 തവണയും വന്നപ്പോഴും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് പോയത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൺസോളേഷൻ ലെവല് അജിഘോഷ് 3 തവണ വന്നിട്ടില്ലേ? താഴോട്ടേക്ക് പോയിട്ടുണ്ടോ? കാണിച്ചായിരുന്നോ? മറക്കല്ലേ, ഞാൻ അജയ് ഘോഷിന്റെ പേരെടുത്ത് വരയ്ക്കണമെന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഈ പാറ്റേൺ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ ആർക്കേലോ? പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടെ ഇത് പറഞ്ഞണം, ഇതും പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതേ പറഞ്ഞ 3ാമത്തെ തവണയെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അജയ് ഘോഷ്? പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കണ്ടിന്യൂഷനിൽ ഈ പാറ്റേണിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? റാലി ബേസ്, റാലി ബേസ് എന്നുള്ളതിന് എന്താണ് ഒരു കൺസോളേഷൻ ആയിട്ടാണ് എടുക്കുന്നത്. റാലി ബേസ് റാലി പറഞ്ഞിരുന്നോ ഞാനിത്? കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ട്രെൻഡ് ലൈനിന്റെ ക്ലാസ്സിലല്ല, സ്ട്രാറ്റജി ക്ലാസ്സിലല്ല ഞാൻ പറഞ്ഞത്, അല്ലേ? സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആണോ? സാർ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനത്. അപ്പോ ചില പാറ്റേണുകൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ചില പാറ്റേണുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ട്, മാർക്കറ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൈൻ തരും. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള സൈൻ തരും. ഏറെക്കുറെ ഒരു ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ മാർക്കറ്റ്. ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഇവിടുന്ന് ഷിഫ്റ്റ്. ഞാനിപ്പോ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് നടക്കട്ടെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഷിഫ്റ്റ് നടക്കട്ടെ. ഷിഫ്റ്റ് നടന്നിട്ട് റീടെസ്റ്റ് വരുന്ന സമയത്ത് എൻട്രി എടുക്കാം. എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാറ്റേണിന്റെ ഇവിടം വരെ ഫസ്റ്റ് ടാർഗറ്റ്, ഇതുവരെ ഫസ്റ്റ് ടാർഗറ്റ്. ഇതിന് താഴേക്ക് വരാൻ സാധ്യത ഉണ്ട്, പക്ഷെ ഞാൻ ഒഴിവാക്കാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടും കേട്ടോ, സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ആയിട്ട് ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് നടത്തട്ടെ എന്നിട്ട് മാത്രം. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് നടത്തട്ടെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ട്രെൻഡ് ആണെങ്കിൽ ഞാൻ പറയും എന്താണ് ഇവിടുന്ന് എടുത്തോളം പറയും. ഇത് ഒന്നുകൂടി ഒരു അഡീഷണൽ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അടുത്ത സിംഗ് കൂടി റീടെസ്റ്റ് നടത്തട്ടെ എന്നുള്ളത്. ഇത് എന്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒന്നും എടുത്തില്ല എന്നുള്ളതൊക്കെ എനിക്ക് ഞാൻ പറയില്ലേ, കുറെ കാര്യങ്ങൾ അഡ്വാൻസ് ലെവലിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്നല്ല പറഞ്ഞുതരാം ഞാൻ. അപ്പോ അഡീഷണൽ എന്തെങ്കിലും ടിപ്പ് കിട്ടിയോ? ഇന്നത്തെ ദിവസത്തിന്റെ അനാലിസിസിൽ എന്തെങ്കിലും ടിപ്പ് കിട്ടിയോ? എന്താണ് കിട്ടിയിരിക്കുന്നത്? അപ്പൊ ലേണിംഗ് ഡേ ആയില്ല ആർക്കും. ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. ആർക്കും ഒന്നും കിട്ടിയില്ല. ഒരു സ്ട്രോങ് ക്യാൻഡില്, ബുള്ളിഷ് ക്യാൻഡില് വന്നിട്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയപ്പോ ഇനി അതിനെ മറ്റൊരു ബെയറിഷ് ക്യാൻഡില് വന്ന് അത് എടുത്തു പോയാലേ ഡൗൺ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അത് 4 ഹവറിന്റെ ക്യാൻഡിൽ ആയതുകൊണ്ടോ ഞാൻ അങ്ങനെ ഒരു ഫുൾ അതിന് ഡൗൺ എടുത്തു പോലല്ല, ഡൗണിന്റെ താഴെ ക്ലോസ് നടക്കണം. 4 ഹവറിന്റെ ക്യാൻഡിലാണ് പറഞ്ഞത് കേട്ടോ. അത് ഞാനത് 4 ഹവറിന്റെ ക്യാൻഡിൽ ആയതുകൊണ്ട് അത് ഡൗൺ ഷിഫ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞത്. താഴെ ക്ലോസിംഗ് നടന്നാലും ഡൗൺ ഷിഫ്റ്റിലേക്ക് സാധ്യത കൂടുക എന്ന് പറഞ്ഞത്. പക്ഷെ പ്രീതി അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം അതിന് ഒരുപാട് അതിന് പുറകില് ഒരുപാട് കണ്ടീഷൻസുകളുണ്ട്. അതും ഓരോ കണ്ടീഷൻസ് എങ്ങനെ വർക്ക് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ മാറി വരുന്നതിനനുസരിച്ച്, മാർക്കറ്റിന്റെ സ്റ്റേജ് മാറി വരുന്നതനുസരിച്ച്, കണ്ടീഷനും സ്റ്റേജും എന്നൊക്കെ തന്നെയാണ് മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ പ്രീ സെഷനിൽ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അഡ്വാൻസ് ലെവൽ SMC ICT ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വലിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഇനി വേറെ ഒന്നും പറയണ്ടോ? പ്രീതി പറയണ്ടോ? ഇല്ല. അടുത്ത ആൾക്ക് വേറെ ആരെങ്കിലും കിട്ടിയിരുന്നോ? ലേണിംഗ് ഡേ കിട്ടിയിരുന്നോ? പ്രത്യേകിച്ച് എന്തെങ്കിലും? സാർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ അവിടുന്ന് റിജക്ഷൻ തരുന്നത്, പിന്നെ ഇപ്പൊ 3 ക്യാൻഡിൽ വന്നാലും ഒറ്റൊരു ക്യാൻഡിൽ കൊണ്ട് തന്നെ അത് കയറി പോവാൻ വേണ്ടി പറ്റുന്നുള്ള അതൊരു പാറ്റേൺ ആണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. അത് ഇപ്പൊ മനസ്സിലായതാണ്. അതൊരു പാറ്റേൺ ആണ്. അതൊരു ഫേമസ് ആയ ഒരു പാറ്റേൺ ആണ് മാർക്കറ്റിൽ. ഒരു എൻഗൾഫിംഗ് ഒരു മർബൂസ് വരും. മർബൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ
ഐ മീൻ അതിന് താഴോട്ട് മർവസോ ബുള്ളിഷ് മർവസോ അതുപോലെ ബെയറിഷ് മർവസോ ആയിക്കോട്ടെ, അതിന് താഴെ എന്ത് സംഭവിക്കും? അതിന് താഴേക്ക് ഒരു ചെറിയ 3 ക്യാൻഡിൽ വരും. പിന്നെ നാലാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്യും? അതിന് സിംഗിൾ ആ മർവസ് വന്ന പോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് പോകും. സിമ്പിൾ ആയിട്ട് എന്താണ് സ്ട്രക്ചർ ഇങ്ങനെ? ഇതൊരു വലിയ സ്ട്രക്ചർ വന്നു, ഇപ്പൊ 1, 2, 3 ഇവിടം വരെ വന്നു, പിന്നത്തെ ക്യാൻഡിൽ ഇങ്ങനെ ബ്രേക്ക് ആയി പോകും. മനസ്സിലായോ? ഓക്കെ ഇത് 3 ഓക്കെ ക്യാൻഡിലാണ് ഇങ്ങനെ. അതൊരു പാറ്റേൺ ഉണ്ട്, ഒരു ഫേമസ് ആയ കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറയട്ടെ. അതിന് കണ്ടിന്യൂഷൻ ആ പാറ്റേൺ എന്ന് പറയുന്നത്. പല ടൈപ്പ് റിവേഴ്സൽ ഡിസ്കോട്ടിൽ കുറച്ച് ആളുകൾ ഇതിട്ടുണ്ടായിരുന്നു. ശ്രേയസ് എൽദോ ഇന്ന് പ്രോഫിറ്റ് ആയിരുന്നു അല്ലെ? എൽദോ അല്ലേ ഇവിടെ? ഉണ്ട് സാറേ. അതെ, എല്ലാം ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി തന്നെയായിരുന്നോ അതോ പേഴ്സണലി എടുത്തിട്ടുണ്ടായിരുന്നോ? പേഴ്സണലി ഒരെണ്ണം ഉണ്ടായിരുന്നു. ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തത്. പക്ഷെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിട്ട് താഴെ വന്ന് അടുത്ത് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ എൻ്റർ ചെയ്തോളുന്നു. ഓക്കെ, സ്ട്രാറ്റജി ഫോളോ ചെയ്ത സ്ട്രാറ്റജി ബേസ് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോ അതുകൊണ്ട് എപ്പോഴും ഫോളോ ചെയ്ത സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽ മാത്രം ഇടുക കേട്ടോ. ഓക്കെ. ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കാണുന്ന സമയത്ത് ട്രേഡ് 9 ട്രേഡ് എടുത്തിട്ടുണ്ട്, അതിൽ 5 സക്സസും 4 ലോസും ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 60% സക്സസ് എന്ന് കാണുന്നുണ്ട് അല്ലേ? അതെ, 60% സക്സസ് കാണുമ്പോഴും എനിക്കറിയില്ല എത്ര ഐ മീൻ നിങ്ങൾ എല്ലാ ട്രേഡിനും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണോ എടുത്തിരുന്നത്? വേരിയൻസ് ഉണ്ടായിരുന്നോ? ക്വാണ്ടിറ്റി വേരിയൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ക്വാണ്ടിറ്റി സെയിം ആണ്, എല്ലാത്തിനും സെയിം ആണ്. പക്ഷെ ടി പി ഞാൻ പലതും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മറ്റേ ക്യാൻഡില് കുറച്ച് റിവേഴ്സ് കാണിച്ചപ്പോൾ ഞാൻ പലതും എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പേടി വരുന്നുണ്ടല്ലേ? എന്നാലും ഓക്കെ, നോ ഷോ. എന്നാലും 60% സക്സസ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ എത്ര? എനിക്ക് തോന്നുന്നു $20 അങ്ങാണ്ട് ലോസ് ഉണ്ടായിരുന്നു അല്ലെ? $24 ലോസ്. 24%. അതിന്റെ ഇപ്പോൾ 75% ഇന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? കോൺഫിഡൻസ് വരുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇതേ ചോദ്യം മുന്നേ ചോദിച്ച പല ആൾക്കാരും കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് കോൺഫിഡൻസ് എന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതോനോട് വീണ്ടും അത് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, കോൺഫിഡൻസ് വരുന്നുണ്ടോ ഇല്ലേ? കോൺഫിഡൻസ് നന്നായിട്ട് വരുന്നുണ്ട്. കോൺഫിഡൻസ് മാത്രമല്ല, നമുക്കൊരു ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. നമ്മളിപ്പം ലോസ് ആയാലും പ്രോഫിറ്റ് വരുമ്പോഴും നമുക്കത് അതിനൊരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എല്ലാം കൂടെ ചേർന്ന് വരുമ്പോ നമുക്ക് സിംപ്ലി നമ്മള് മാർക്കറ്റിൽ മണി കളയുന്നതിനേക്കാളും അത് കിട്ടുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ, എനിക്ക് 9 ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞതിലാണ് എനിക്ക് ഒരു തോന്നുന്നു. ഐ മീൻ എന്താണ് തോന്നുന്നത്, ഒരു എന്റെ സൈഡിൽ നിന്ന് ഒരു സന്തോഷം തോന്നുന്നു. കാരണം 9 ട്രേഡ് ഞാൻ ഇന്നലെ നമ്മുടെ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈവനിങ് വരെ. ഓക്കെ, ഫൈൻ. എന്നാലും ട്രേഡ് എടുക്കുമ്പോഴാണ് ഞാൻ എൽദോയുടെ ഒരു കാര്യം പറയാം. ട്രേഡ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഐഡിയാസ് കിട്ടുള്ളൂ. നിങ്ങളൊരു ട്രേഡ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ വരച്ചു വെച്ചു, ആ ട്രേഡ് എടുത്തില്ല, മിസ്സാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ട്രേഡ് നിങ്ങൾ എടുക്കാൻ സ്വയം നിർബന്ധിക്കപ്പെടും. അറിയോ? സ്വയം നിർബന്ധിക്കപ്പെടും. അറിയില്ലേ? മനസ്സ് അങ്ങനെയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അങ്ങനെയാണ്, സ്വയം നിർബന്ധിക്കപ്പെടും. അപ്പൊ അടുത്തൊരു ട്രേഡിലായിരിക്കും നിങ്ങൾക്ക് എന്തായിരിക്കും, ഫസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് ലാഭമായി, ഐ മീൻ നിങ്ങൾ എടുക്കാത്ത ട്രേഡ് ലാഭമായി, രണ്ടാമത്തെ ട്രേഡിൽ എന്തായിരിക്കും നിങ്ങൾക്ക് എന്ത് സംഭവിക്കുക? ലോസ് സംഭവിക്കുക. ഇപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മൂന്നാമത്തെ ട്രേഡിന് ഒരുപക്ഷെ റിവെഞ്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. റിവെഞ്ച് ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നത്. ഭയം നിങ്ങളെ കൂടുതൽ ഇതാക്കും, നിങ്ങളുടെ പ്ലാനിങ്ങും സെറ്റപ്പും ഇതൊക്കെ പോകും. ഇത് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഇന്നിപ്പോ മാർക്കറ്റ് ട്രെൻഡ് അപ് ട്രെൻഡിലേക്കാണെങ്കിൽ ഇവിടം വരെ പോകും. ഇവിടം വരെ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് അപ് ട്രെൻഡിലേക്ക് പോകുന്ന ലെഗിൽ എനിക്ക് ഇത്ര ട്രേഡ് കിട്ടിയേക്കാം, ഓക്കെ ഫൈൻ, അതെനിക്ക് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഡൗൺ ട്രെൻഡിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത്ര ട്രേഡ് കിട്ടിയേക്കാം, ഫൈൻ, അതിൽ ചിലപ്പോൾ ലോസ് സംഭവിച്ചേക്കാം, പക്ഷെ എന്നാലും പ്രശ്നമില്ല. അതിൽ ചിലപ്പോൾ 2 ലോസ് സംഭവിച്ചാൽ ചിലപ്പോൾ 1 കിട്ടുമായിരിക്കും, ആ 1 അപ്പൊ അങ്ങനെ നിങ്ങൾ ഓരോ ലെഗിലും മാറി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെഗിൽ കൂടുതൽ ട്രേഡ് എടുക്കണമെന്നും. ലെഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ് ട്രെൻഡിലേക്ക് ഒരു പോക്ക്, ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന 2ാമത്തെ ലെഗ്, പിന്നെ വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകുന്ന 3ാമത്തെ ലെഗ്, വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നത് 4ാമത്തെ ലെഗ്. അതാണ് ഞാൻ പറഞ്ഞത്. ലെഗ് എന്ന് വെച്ചാൽ പുൾ ബാക്കുകളെ കൂടിയിട്ട് ചേർത്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ട്രേഡ്, അല്ലെങ്കിൽ ഒരു ലെഗിൽ എത്ര ട്രേഡ് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെൻഡിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ട്രേഡ് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്തായിരിക്കണം? നിങ്ങൾ എല്ലാ ട്രേഡും തുടക്കത്തിൽ എടുത്തു തുടങ്ങണം. ഞാനിവിടെ മുന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും അത് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തുടക്കത്തിൽ എല്ലാ ട്രേഡും എടുത്തുകൊണ്ടിരിക്കണം. എനിവേ, വളരെ ക്ലോസ് ആണ് സക്സസ് ആൻഡ് ലോസ് എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 50.37 കിട്ടിയിട്ടുണ്ടെങ്കിൽ
അതിനനുസരിച്ചുള്ള എന്തുണ്ടായിട്ടുണ്ട് അവിടെ സക്സസ്, ഐ മീൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും ടാർഗറ്റ് എത്തുന്നേക്കാൾ മുന്നേ എക്സിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതെല്ലാം അവിടെ നിന്നോട്ടെ, അതെ അതെ നിന്നോട്ടെ. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു വിശ്വാസം വന്നാലാണ് നമുക്ക് ആ പേടി പോകുള്ളൂ. വിശ്വാസത്തിലേക്കാണ് വേണ്ടി ഞാൻ ട്രേഡ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ജോബ്. സാറ് പറഞ്ഞ മാതിരി ആ റിവെഞ്ച് ട്രേഡ് ചില സമയത്ത് നമുക്ക് ഫീൽ വരും. ഞാനിപ്പോ അങ്ങനെ വരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരത്തിന് അതിന് മുമ്പിൽ അങ്ങ് മാറി നിൽക്കും. അപ്പൊ റിലാക്സ് ആയിട്ട് തിരിച്ചു റിലാക്സ് അല്ലെങ്കിൽ നമ്മൾ അത് അറിയാതെ തന്നെ അടുത്ത ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്ത് പോവാണ്. അത് നമ്മൾ കുറച്ചു നേരം അറിയാം, കാരണം നമ്മൾ ആ ഒരു ലോസ് വന്നല്ലോ, അത് ഇതുവരെ അങ്ങ് കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ചില ട്രേഡുകൾ നമ്മൾ വരച്ചു വെച്ചിട്ട് സംടൈം നമ്മൾ ഒരു പെർഫെക്ഷന് വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ട്രേഡ് കിട്ടാറില്ല. നമ്മൾ അത്രയ്ക്ക് പെർഫെക്ഷനിലേക്ക് വരുമ്പോ നമ്മൾ പക്ഷെ ചില സമയത്ത് അപ്പൊ അങ്ങനെ 2-3 ട്രേഡ് ഇന്ന് മിസ്സായി. അത് നല്ലൊരു ടാർഗറ്റും വന്നു, അത് നമ്മൾ വരച്ചു വെച്ചെടുത്ത് നല്ല ടാർഗറ്റും, അങ്ങനെ 2-3 ട്രേഡ് നന്നായിട്ട് പെട്ടെന്ന് ടാർഗറ്റ് അടിച്ച എടുത്തില്ല, കാരണം അത് ആ പെർഫെക്ഷനിൽ നോക്കിയിരുന്നിട്ട്. പിന്നെ ഞാൻ ഏകദേശം നമുക്ക് ആ ഒരു നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് വരുമ്പോ തന്നെ സ്റ്റോപ്പ് ലോസ് അധികം ഇല്ല എന്ന് തോന്നുമ്പോ ഞാൻ അങ്ങ് എൻട്രി ചെയ്യും. അപ്പൊ പിന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നോ ഇഷ്യൂസ്, നമുക്ക് $1-2 പ്രോബ്ലം അതെല്ലാം അങ്ങ് അവസാനിക്കുക. അങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്തത്. അതുകൊണ്ട് അത്രയും ഇത് കിട്ടാനും വന്നത്. ഓക്കെ, എനിവേ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇനി കുറച്ച് ആൾക്കാരുടെ 1-2 ആൾക്കാരുടെ കൂടി പിക്ക് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതിൽ വേറെ ഒന്ന് നോക്കുന്ന സമയത്ത് അഭിജിത്ത് ലോസ് ആണ്, എബിൻ ലോസ് ആണ്, അൻവർ എന്ന് പ്രോഫിറ്റ് കാണുന്നു. സന്തോഷം അൻവറിന്റെ പ്രോഫിറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ശരത്ത് പ്രോഫിറ്റ് ആണ്, അത് അഭിജിത്ത് ലോസ് വന്നിട്ടുണ്ട്. ശ്രേയസ് ലാല് എന്താണ് ഇട്ടിരിക്കുന്നത് എനിക്കറിയില്ല, ബി ആണ് കൊടുത്തിരിക്കുന്നത്, ബ്രേക്ക് ഇവൺ ആയിരിക്കാം. ഇനി അതുല് എന്ത് പറ്റി, അതുല് ഇങ്ങനെ 2 ട്രേഡിലും ഇത്രയും വലിയ ലോസ് വരാനുള്ള സാധ്യത വന്നത്. പിന്നെ ഷാജിലാല് 3 ട്രേഡ് എടുത്തു, 2 സക്സസ്, 1 ലോസ്. ഓക്കെ, ഷാജിലാല് +6 കാണിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഞാൻ പിക്ചർ പിക്ക് ചെയ്യുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ചാർട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് കാണിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അതൊന്ന് ശരിയാവട്ടെ. ഇനി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും. അതുകൊണ്ട് ഞാൻ പിക്ചേഴ്സ് പിക്ക് ചെയ്യുന്നില്ല, സ്നാപ്ഷോട്ട് പിക്ക് ചെയ്യുന്നില്ല. ഇത്രയാണ് ഇന്ന് അനാലിസിസിൽ അവസാനിപ്പിക്കാൻ പോവാണ്. ഇങ്ങനെ അവസാനിപ്പിക്കാൻ പോവാണ്. എന്തൊക്കെ തോന്നി അല്ലെങ്കിൽ എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.